Assalamualaikum. Hi friends. Welcome to Delicious Recipes Hut. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു മീൻ കറിയാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് വറ്റ മീനാണ്. വറ്റപ്പര അങ്ങനെയൊക്കെ പറയാറുണ്ട്. നമുക്കിത് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ തേങ്ങ അരച്ച മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിലേക്കൊരു മസാല വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനി എന്താണെന്ന് നോക്കാം. തേങ്ങ 1 കപ്പ് വേണം. ചെറിയ ഉള്ളി ഒരു 6-7 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലി വേണം. മല്ലിപ്പൊടിയാണെങ്കിൽ 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. ഇതൊരു 10-15 എണ്ണം കാണും, ചെറുതാണ്. മുളക് പൊടിയാണെങ്കിൽ 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ, അത് എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് ഉലുവ, അതൊരു 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കറിയിലേക്ക് അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ വേണ്ടത് കുടംപുളിയാണ്. ഇതൊരു 2 പീസ് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഇതിൻ്റെ കറ നന്നായിട്ട് പോകുന്ന പോലെ നന്നായിട്ട് കഴുകിയെടുക്കണം ഇത്. അപ്പം ഞാനിവിടെ ഈ അരപ്പ് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് മീൻകറി വെക്കാനായിട്ട് തുടങ്ങാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ 1-2 തണ്ട് കറിവേപ്പില, ഇത്രയും വേണം. ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഒന്ന് ചേർത്തിട്ട് അതൊരു 3-4 മിനിറ്റ് അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാനും അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഇങ്ങനെ വെക്കുന്ന കറിക്ക് ഒരു പ്രത്യേക മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ ഈ രീതിയിൽ വെക്കുന്നവരും ഉണ്ടാവും, അറിയാത്തവരും കൂടെ ഈ രീതിയിൽ ഒന്ന് വെച്ച് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീൻകറിക്ക് ചാറ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരുപാട് കുറുകിയ കറിയുമല്ല, ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല, അത്യാവശ്യം മീഡിയം പരുവത്തിനുള്ള ആ ഒരു രീതിയിലുള്ള കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു പുളി, കുടംപുളി, അത് നന്നായിട്ട് കഴുകി ഇത് നല്ല വെള്ളം ഒഴിച്ചു വെച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരു 4 എണ്ണം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി. സ്പൂൺ ഉപയോഗിക്കേണ്ട, മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതിന് നല്ലൊരു തിള വരുന്നവരെ നമുക്ക് തീ കൂട്ടി വെക്കാം. അത് കഴിഞ്ഞ് ഏറ്റവും ചെറിയ തീയിലിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി 1-2 കാര്യങ്ങളും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുണ്ട്. ആദ്യം ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അടുത്ത് മതി. അത് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം, അത് എന്തായാലും ചേർക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. അത് ഇത്രയൊന്നും വേണ്ട, ഒരു 2 നുള്ളു മതിയാവും. അതൊന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഇട്ട ശേഷം ഒന്നുകൂടെ ഒന്ന് കറി നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് അടച്ചു വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറിയുടെ പണി.
അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, ശരിക്കും ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ഒക്കെ അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.